നമ്മളിപ്പോൾ ഉള്ളത് പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലാണ്. പ്രസിഡന്റ് PS മോഹനും അതുപോലെ സെക്രട്ടറി ആയിട്ട് വലിയ ഒരു പ്ലാനിങ്ങിലൊക്കെയാണ്. പ്രസിഡന്റ് എന്താ ഈ കലണ്ടറൊക്കെ നോക്കി പ്ലാൻ ചെയ്യുന്നത്? ജനുവരി 26 എന്താ ഇവിടെ പരിപാടി? ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്. എന്നാൽ അന്ന് ഞങ്ങൾ ഒരു ഹരിത കലണ്ടർ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനുവരി 26 ഹരിത പഞ്ചായത്ത് പ്രഖ്യാപനവും വിളംബര റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ ചിത്രരചനയും ക്വിസ് കോമ്പറ്റീഷനും മത്സരങ്ങളും ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് ഈ കലണ്ടറിൽ ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇതാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരു ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ ഹരിത കലണ്ടർ ഇറക്കിയിരിക്കുന്നത്. ആ ഹരിത കലണ്ടർ നോക്കിയാണ് പ്രസിഡന്റ് ഈ പറഞ്ഞതിൻ്റെ അത് വിശദമായി ഓരോ മാസം എന്തൊക്കെ കാര്യങ്ങളാണ് പഞ്ചായത്തിലുള്ളത് എന്ന കാര്യം വിശദമായി കൊടുത്തിട്ടുണ്ട്. അത് ഒരുപക്ഷെ സംസ്ഥാന പഞ്ചായത്തിലെ എല്ലാവർക്കും ആ പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ജനുവരി 10 മുതൽ 16 വരെയുള്ള റോഡ് സുരക്ഷാ വാരത്തെപ്പറ്റി കൊടുക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ദിവസങ്ങളിലെ ജനുവരി 30 ദേശീയ ശുചിത്വ ദിനം, ഹരിതഭവനം, ഗാർഹിക ശുചീകരണം, ഒരു വളരെ മനോഹരമായ കലണ്ടർ. റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് ആദ്യത്തെ പേജിൽ തന്നെ പെരുന്നാടിലെ ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഈ കലണ്ടറെ പറ്റി പ്രസിഡന്റ് ചോദിക്കാം. പ്രസിഡന്റ്, എന്താണ് ഈ ഹരിത കലണ്ടർ, എന്താണ് സംഭവം എന്ന് പറയാം? മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് ഹരിത കലണ്ടർ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. മാലിന്യത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കുക, സുന്ദര പെരുന്നാടിനായി കൈകോർക്കാമെന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ ആരംഭിച്ചത്. 10 മുതൽ 10 ദിവസക്കാലം 5000 ഗൃഹസദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചത്. അതിനായി ഞങ്ങൾ 500 റിസോഴ്സ് പേഴ്സൺമാർക്ക് പരിശീലനം കൊടുത്തു. നവകേരള മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ TN സീമയാണ് അതിൻ്റെ പരിശീലനം പഞ്ചായത്ത് തലത്തിൽ ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞ് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രധാന മാലിന്യ കേന്ദ്രങ്ങളെല്ലാം ശുചീകരിക്കുന്നതിന് പഞ്ചായത്തിലെ ജനങ്ങളെയാകെ സജ്ജമാക്കി കുടുംബശ്രീ പ്രവർത്തനത്തിലൂടെ മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെ എല്ലാം സഹകരണത്തോടു കൂടിയാണ് 15 വാർഡിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ ഇതിൻ്റെ വിളംബരം എന്ന ഇനത്തിൽ ഞങ്ങൾ വൈകുന്നേരം 6 മണിക്ക് 15 വാർഡിലും പ്രധാന കേന്ദ്രങ്ങളിൽ ദീപം തെളിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഹരിത പഞ്ചായത്ത് പ്രഖ്യാപനം സംഘടിപ്പിക്കുകയാണ്. അതിനുശേഷം മാർച്ച് 8 വനിതാ ദിനത്തിൽ 1000 വനിതകളെ അണിനിരത്തിക്കൊണ്ടുള്ള മെഗാ തിരുവാതിര വിഭാവനം ചെയ്തിട്ടുണ്ട്. മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനം സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്ന അതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് പെരുന്നാട് മടത്തുമൊഴി മുതൽ പെരുന്നാട് മാർക്കറ്റ് വരെ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശുചിത്വ ചങ്ങല തീർക്കാൻ, മനുഷ്യ ചങ്ങലയാക്കി മാറ്റാനുള്ള വലിയ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. തുടർന്നും ഒരു വർഷക്കാലം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ കലണ്ടറിൽ ഓരോ മാസവും മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് ഓരോ മാസവും നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ കലണ്ടറിൽ പച്ച അക്കത്തിൽ നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ശരി, അതെയല്ലേ? ജനുവരി 30 ഗാന്ധി സ്മരണ ദേശീയ ശുചിത്വ ദിനം അല്ലേ? അതെ. ഈ മാർച്ച് 8 കാണിച്ച് പ്രസിഡന്റ് മാർച്ച് 8 പറഞ്ഞിരുന്നു. നോക്കട്ടെ ഇവിടെ. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. കറക്റ്റ് കേട്ടോ. പച്ച അടയാളത്തിൽ എടുപ്പിട്ടു അല്ലേ? വേണ്ടേ? മാർച്ച് 8 വരുമ്പോൾ ഇവിടെ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം, മെഗാ തിരുവാതിര, സേ നോ ടു പ്ലാസ്റ്റിക് ക്യാമ്പയിനിങ്, തുണി സഞ്ചി വിതരണം. അതുപോലെ ഈ മാർച്ചിൽ തന്നെ എത്ര ഉണ്ട്? 1, 2, 3, 4 പച്ചയുണ്ടല്ലോ. നിറയെ വലിയ തോതിൽ എഴുതി വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ കലണ്ടറിൽ നോക്കുന്ന ഈ ചോപ്പാക്ഷരമായിരുന്നു പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. ഇവിടെ എനിക്ക് തോന്നുന്നു പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് നോക്കുന്ന പച്ച അക്ഷരങ്ങൾ എത്ര ഉണ്ടെന്നായിരിക്കും അല്ലേ? അങ്ങനെ ഒരു രീതിയായിരിക്കും. നോക്കാം. മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം, 16 ദേശീയ പ്രതിരോധ കുത്തിവയ്പ്പ് ദിനം. അതിന് പച്ച കൊടുക്കാൻ കാരണം 16-ാം തീയതി എന്തിനും പരിപാടി ഉണ്ട് ഇവിടെ? 16-ാം തീയതി ദേശീയ പ്രതിരോധ കുത്തിവയ്പ്പ് ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യ സംരക്ഷണ സെമിനാർ പഞ്ചായത്തിൽ പ്ലാൻ ചെയ്യുന്നു. അതുപോലെ 16, 28 മികച്ച കുടുംബശ്രീ യൂണിറ്റുകളെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം. അതായത് ഈ റാന്നി ഇപ്പം ഈ ജനുവരി നോക്കട്ടെ, ജനുവരി എത്ര പച്ച ഉണ്ടെന്ന് നോക്കാം. ജനുവരി 10 സംരക്ഷണ വാരമാണ്. 30 ദേശീയ ശുചിത്വ ദിനമാണ്. 26 ഹരിത പഞ്ചായത്ത് പ്രഖ്യാപനമാണ്. അതായത് ഈ കലണ്ടർ ഉണ്ടെങ്കിൽ പെരുന്നാട് പഞ്ചായത്തുകാർക്ക് അറിയാം എന്തൊക്കെ പെരുന്നാട്ടിലുണ്ട് എന്നുള്ളത്.
അത് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഈ ദിവസങ്ങളിൽ ഓരോ പ്രോഗ്രാം പ്ലാൻ ചെയ്യണമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഇത് ആരുടെ ആശയമാണ് ഈ ഹരിത കലണ്ടർ? ഇത് ഞങ്ങൾ ഈ ഹരിത പദ്ധതി വിജയിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഇങ്ങനെ 2025 ഒരു കലണ്ടർ പ്രസിദ്ധീകരിക്കണം. ഹരിത പഞ്ചായത്ത് എന്ന കാര്യത്തിൽ ഞാനും സെക്രട്ടറിയും ഞങ്ങളുടെ ആസൂത്രണ സമിതിയും ഇക്കാര്യത്തെ സംബന്ധിച്ച് ഗൗരവമായി ചർച്ച ചെയ്തു. അപ്പോൾ അത് എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചപ്പോഴാണ് കുടുംബശ്രീ മുഖാന്തരം ഇത് നടപ്പിലാക്കാം, ഇതിന് ഫണ്ടും ഒക്കെ വേണമല്ലോ. അപ്പോഴാണ് ഞങ്ങൾ ഈ വരുന്ന ഒരു വർഷക്കാലത്തേക്ക് ആവശ്യമായ ഇതിന് ഒരു പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കി സെക്രട്ടറി ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറായി ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ജില്ലാ DPC അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. അതിലുൾപ്പെടുത്തിയാണ് ഈ കലണ്ടറും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സാമ്പത്തിക ചിലവെല്ലാം ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നടപ്പാക്കുന്നത്. എന്തായാലും സെക്രട്ടറി നമ്മുടെ അടുത്തനുണ്ട്. സെക്രട്ടറിയുടെ പേരെന്തായിരുന്നു? സുനിൽകുമാർ സാർ അടുത്തുണ്ട്. സാറേ, അടിപൊളിയാണ്. ഒരു വർഷം അടുത്ത ഈ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഈ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അനുബന്ധിച്ച എല്ലാ കാര്യങ്ങളും പച്ച അക്കങ്ങളിൽ കൊടുത്തിട്ടുണ്ട്, വിശദമായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വലിയൊരു പ്ലാനിങ് ആണല്ലേ? അതെ അതെ അതെ. നമ്മളിത് ഇപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഓണക്കാലത്ത് ഗൃഹസദസ് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് പ്ലാൻ ചെയ്തു. അത് വീട് വീടാന്തരം ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ അവരുടെ അധ്യക്ഷതയിൽ ഏതാണ്ട് 1 മണിക്കൂർ പഞ്ചായത്തിൻ്റെ വൈവിധ്യങ്ങളായിരുന്ന പരിപാടികൾ, പ്രത്യേകിച്ച് മാലിന്യമുക്ത പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ഗൃഹ അന്തരീക്ഷത്തിൽ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. ചർച്ച ചെയ്യുന്നതിൽ ഉപരി അവിടെ ആ വീട്ടിൽ നിലവിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനം എന്താണെന്ന് ഒരു ഇവാലുവേഷനും കൂടെ ആയിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. ഒരു വിവരശേഖരണ ഫോറം ഉൾപ്പെടെ നമ്മൾ കളക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് സർക്കാർ തലത്തിൽ തന്നെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഈ ജനുവരി 6 മുതൽ 12 വരെ വീട് വീടാന്തരമുള്ള ഒരു വിവരശേഖരണം നടത്താൻ സർക്കാർ ഉത്തരവിലൂടെ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുക. അപ്പോൾ അത് യഥാർത്ഥത്തിൽ 3 മാസം മുമ്പ് റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത പ്രവർത്തിക്ക് ഒരു അംഗീകാരമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. മുന്നോടിയായി പ്രവർത്തിക്കുന്ന പഞ്ചായത്തില്ലേ? തീർച്ചയായും ആ ഒരു തരത്തിലൊരു അംഗീകാരമായിട്ടാണ് നമ്മൾ നടപ്പാക്കുന്നത്. ഇപ്പോൾ ഈ മാർച്ച് 30 കൂടിയിട്ട് മാലിന്യമുക്ത കേരളം ജനകീയ ക്യാമ്പയിൻ 2ാം ഘട്ട പ്രവർത്തനം സർക്കാർ തലത്തിൽ പൂർത്തീകരിക്കുകയാണ്. എന്നാൽ അവിടം കൊണ്ട് നമ്മുടെ റാന്നി പെരുന്നാട് പഞ്ചായത്ത് അത് പ്രവർത്തനങ്ങൾ നിർത്തുന്നില്ല എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ ഹരിത കലണ്ടർ. ഈ ഹരിത കലണ്ടർ എന്ന് പറയുമ്പോൾ അത് മാലിന്യമുക്തമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രമല്ല അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ കലണ്ടറിൻ്റെ ഏറ്റവും താഴെ മാലിന്യത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കൂ, സുന്ദര പെരുന്നാടിനായി കൈകോർക്കാം എന്നൊരു സ്ലോഗൻ, ഒരു പ്രതിജ്ഞ പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സുന്ദര പെരുന്നാട് എന്ന് പറയുമ്പോൾ അത് മാലിന്യമുക്ത അല്ലെങ്കിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ മാത്രമല്ല അതിൽ ഉൾക്കൊള്ളുന്നത്, മറിച്ച് സമഗ്രമായൊരു വികസനം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഹരിത കലണ്ടറിൽ വൈവിധ്യങ്ങളായ പദ്ധതികൾ, ഇപ്പോൾ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പ്രചരണ പരിപാടികൾ ഏറ്റെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കിടയിലുള്ള ലഹരിയുടെ പ്രചരണം അല്ലെങ്കിൽ ലഹരിയുടെ ആസക്തിയിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒട്ടേറെ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ സുന്ദര പെരുന്നാട് എന്നൊരു ആശയം നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അത് നമുക്ക് 2025 പൂർത്തിയാകുമ്പോഴത്തേക്കും നമ്മൾക്ക് ആ ലക്ഷ്യം കൈവരിക്കണമെന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ പറഞ്ഞേക്കുന്ന വൃത്തിയുള്ള കേരളം, ആരോഗ്യമുള്ള കേരളം, സുന്ദര പെരുന്നാടിനായി കൈകോർക്കാം. ഇതാണ് 2 സ്ലോഗൻ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം. അതായത് നല്ലൊരു പഞ്ചായത്താണ്. ഈ നമ്മൾ രാവിലെ വന്നപ്പോൾ തന്നെ പ്രസിഡന്റും സെക്രട്ടറിയും, ഇപ്പോൾ ഈ ഭരണത്തിൻ്റെ ഒരു കോംബോ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാക്കണം. പ്രസിഡന്റും സെക്രട്ടറിയും എന്ന കാര്യങ്ങൾ ആലോചിക്കുന്നത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് PS മോഹനൻ ചെറിയ ആളല്ല, പത്തനംതിട്ട ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. ഈ പഞ്ചായത്തിൻ്റെ ഈ കലണ്ടർ മാത്രവും ഈ സുന്ദര പെരുന്നാട് മാത്രമല്ല, പഞ്ചായത്ത് ഒരു ബസ് കൂടി മേടിക്കാൻ പോവാം. സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു പഞ്ചായത്ത് ഒരു ബസ് മേടിക്കാൻ പോകുന്നല്ലേ? അങ്ങനെ ഒരു കാര്യമുണ്ട്. അതിൻ്റെ കൂടെ ഒന്ന് പ്രസിഡന്റ് പറയുക. പമ്പാവാലി ഉൾപ്പെടെയുള്ള കിഴക്കൻ മലയോര മേഖലയിൽ ഈ പഞ്ചായത്ത് ആസ്ഥാനത്തും ജില്ലാ ആസ്ഥാനത്തും താലൂക്ക് ആസ്ഥാനത്തും എത്തിച്ചേരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. മറ്റു വാഹന മാർഗങ്ങളൊന്നുമില്ല. അവിടെ എത്തിച്ചേരണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. പഞ്ചായത്ത് ആസ്ഥാനത്ത് തന്നെ വരണമെങ്കിൽ 40 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം എത്താൻ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ഗ്രാമവണ്ടി ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. KSRTCയുടെ നേതൃത്വത്തിൽ നമ്മുടെ പഞ്ചായത്ത് ജില്ലയിൽ ആദ്യമായി ഗ്രാമവണ്ടി ആരംഭിച്ചു. എന്നാൽ അതിൻ്റെ എഗ്രിമെൻ്റ് അനുസരിച്ച് ചില കുടിശ്ശിക വന്നു. പദ്ധതി നിർവഹണം പൂർത്തീകരിച്ച് പണം കൊടുക്കുന്നതിന് കാലതാമസം വന്നപ്പോൾ KSRTCക്കാർ ആ വാഹനം നിർത്തി. അപ്പം എന്താണ് ഇതിന്
ബദൽ ഒരു സംവിധാനം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെയാണ് ഗ്രാമവണ്ടി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുക എന്ന ലക്ഷ്യം ഞങ്ങൾ ആലോചിച്ചത്. അതിന് ഈ വർഷത്തെ വാർഷിക പദ്ധതിയിലും കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിലും വനിതാ ഘടക പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രോജക്റ്റിൽ നിന്നും 10% മാറ്റിവെക്കാം വനിതകൾ ക്ഷേമത്തിന് വേണ്ടി. അപ്പം 4 പേർക്ക് സ്ഥിരമായി ജോലി ലഭ്യമാകുന്ന ഒരു പ്രോജക്റ്റ് എന്ന തരത്തിൽ വനിതകളെ കണ്ടക്ടർമാരും ഡ്രൈവർമാരുമാക്കി ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുക. അതിനാവശ്യമായ ഫണ്ട് പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി വകയിരുത്തുക. ഫണ്ട് അതോടൊപ്പം തന്നെ 4 പേർക്ക് സ്വയം തൊഴിൽ എന്ന തരത്തിൽ അവരിൽ നിന്നും ബാങ്ക് ലോൺ കൂടി എടുത്തുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനാണ്. അതിന് ഞങ്ങളൊരു ബയലോ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് 1 മാസം കഴിയുമ്പോൾ ആ ബയലോ അനുമതി ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ പഞ്ചായത്തിലെ ഡയറക്ടർക്ക് സമർപ്പിക്കും. ബയലോയോടെ അംഗീകരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ വാർഷിക പദ്ധതിയിൽ ഗ്രാമവണ്ടി പഞ്ചായത്തിൻ്റേതായി ആരംഭിക്കണമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വളരെ സന്തോഷമുള്ള പഞ്ചായത്താണ്. നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ത്രിതല പഞ്ചായത്തും അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സങ്കല്പത്തിലേക്ക് എത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ ചില ആളുകൾക്ക് വിമർശനം ഉണ്ടായിരുന്നു, ഇത് കേരളത്തിൽ എങ്ങനെ നടപ്പാക്കുമെന്ന്. ഇപ്പോൾ റാന്നി പെരുന്നാട് പഞ്ചായത്ത് ഉത്തമ മാതൃകയാണ്. ഞങ്ങൾ വന്നപ്പോൾ തമാശയ്ക്ക് ചോദിക്കുമായിരുന്നു, ഒരു പഞ്ചായത്താണോ ഒരു കോർപ്പറേഷനാണോ ഇവിടുത്തെ പ്ലാനിങ്ങും കാര്യങ്ങളും ഇല്ലേ, ശബരിമലയൊക്കെ ഉൾപ്പെടുന്നത് അത്രയധികം ഭംഗിയോടാണ്. എന്തായാലും ആത്മവിശ്വാസത്തോടെ ഇനി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കാലാവധി തീരുകയാണ്. വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറയാൻ പറ്റുന്ന ഒരു പഞ്ചായത്ത് തന്നെയാണ് അല്ലേ? അതെ, ഞങ്ങളുടെ ആസൂത്രണ സമിതിയുടെ വൈസ് ചെയർമാനാണ് ശ്രീ PN വീതരൻ. സെക്രട്ടറി ഒരു ടീമായി പഞ്ചായത്തിലെ ജീവനക്കാരും ആസൂത്രണ സമിതിയുടെയും അതോടൊപ്പം തന്നെ കുടുംബശ്രീ CDSൻ്റെയും എല്ലാം പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ഈ പഞ്ചായത്തിൽ ഒരു സൽഭരണം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭാവനാപൂർണ്ണമായി ഇത്തരം പദ്ധതി മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു വർഷക്കാലം നടപ്പിലാക്കേണ്ട പദ്ധതിയെ സംബന്ധിച്ച് ഈ കലണ്ടറിലൂടെ പ്രസിദ്ധീകരിക്കുന്നതോടൊപ്പം ഇപ്പോൾ 25-26 വാർഷിക പദ്ധതി അതിൻ്റെ ഗ്രാമസഭകൾ ഇന്നലെ കൊണ്ട് പൂർത്തീകരിച്ചു. 11-ാം തീയതി പഞ്ചായത്തിൻ്റെ വികസന സെമിനാറാണ്. 16-ാം തീയതി പദ്ധതി ഞങ്ങൾ അംഗീകരിക്കും. 24-ാം തീയതി ഈ ജില്ലയിൽ ആദ്യമായി പദ്ധതി സമർപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ 24-25 വാർഷിക പദ്ധതി പൂർത്തീകരിക്കുകയും ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ തന്നെ 25-26 വാർഷിക പദ്ധതിയൂടെ നടപ്പിലാക്കി വികസനോന്മുഖമായ ഒരു പഞ്ചായത്ത് എന്ന തരത്തിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പുതിയ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങളിൽ ഏൽപ്പിച്ച 14-ാം പഞ്ചവത്സര പദ്ധതി പൂർണ്ണമായും 5 വർഷം കാലം കൊണ്ട് നടപ്പിലാക്കി പൂർത്തീകരിച്ച ഒരു സൽഭരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രദാനം ചെയ്യണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ പദ്ധതികളാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്തായാലും പഞ്ചായത്തിന് ആശംസകൾ നേർന്നു. പെരുന്നാട് പഞ്ചായത്തിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തോടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്.